ഹലോ നമസ്കാരം മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗ്രൂപ്പ് 1 ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്? ഓക്കെ, എന്തിലാണ് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഓക്കെ, എന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കേണ്ടത്? ഇവിടെ സ്ട്രോങ് ആയിട്ട് പെന്റക്കിൾസ് എനർജി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ടോറസ് വിർഗോ കാപ്രിക്കോൺ പ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളോട് എന്താണ് ഉപേക്ഷിക്കാൻ പറയണെന്ന് വെച്ചാല് മാറ്റങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുന്ന ഒരു അവസ്ഥ. എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ തന്നെ നിൽക്കാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ചില ഊർജ്ജങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ആയിട്ട് വരും, ചില പുതിയ ഊർജ്ജങ്ങൾ സ്വീകരിക്കേണ്ടി വരും അല്ലേ. അപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഊർജ്ജങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട്, അത് വിട്ടുകളയുന്നില്ല. അതിനെ തന്നെ അങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അതാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. ആ ഊർജ്ജങ്ങൾ ഉപേക്ഷിക്കുക, ആ ഒരു എനർജിയിൽ നിന്ന് മാറുക. ഓക്കെ, ഈ പഴയതിനെ ഇങ്ങനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഉണ്ടല്ലോ, അത് മാറ്റുക. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ആ ഒരു മാറ്റങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ മാറ്റങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിക്കുന്ന ആ ഒരു ടെൻഡൻസി, അത് മാറ്റിയിട്ട് മാറ്റങ്ങളെ സ്വീകരിക്കാൻ, അതനുസരിച്ച് ഉപേക്ഷിക്കേണ്ട ഊർജ്ജങ്ങൾ ഉപേക്ഷിക്കാനും പുതിയ ഊർജ്ജങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് പറ്റണം. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതാണ് നിങ്ങളോട് ആദ്യം പറയുന്നത്. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ട ഒരു പാതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടാണ് ഇവിടെ ഉണ്ടാവുക. ഹ്യൂമൻ സപ്പോർട്ട് കിട്ടി എന്ന് വരില്ല, പക്ഷെ ഡിവൈൻ സപ്പോർട്ടാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ കുറച്ച് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണെന്ന് കാണുന്നു. അതായത് നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ, അവിടെ നിങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ ഇപ്പോൾ? ഓക്കെ, നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്യാൻ പറയുന്നു. ഒരു ശുഭമുഹൂർത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ അത് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് എത്തിച്ചിരിക്കും. ഓക്കെ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അതിലാണ്. ഒരു ആള്, ഏതെങ്കിലും ഒരു വ്യക്തി വരാനോ അവരെ സഹായിക്കാനോ അങ്ങനെയൊന്നും കാത്തു നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സഹായം ഉണ്ടാവില്ല. നിങ്ങളാണ് ആദ്യം സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളാണ് ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ അടുത്ത് എന്താ എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സ് പറഞ്ഞുതരും. ഓക്കെ, അങ്ങനെ അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സമയത്ത് അതാത് സമയങ്ങൾ വേണ്ടുന്ന സഹായങ്ങളൊക്കെ യൂണിവേഴ്സ് എത്തിക്കും. ഡിവൈൻ സപ്പോർട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടി വരും. ഓക്കെ, ആ പുറത്ത് കടക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഗ്രോത്തും നിങ്ങൾക്ക് അതിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ അതൊക്കെ വരണമെങ്കിൽ എന്ത് വേണം? ഫൈനാൻഷ്യൽ ഗ്രോത്തും ഉണ്ട്, കരിയറിലുള്ള ഗ്രോത്ത് കൂടാതെ ഫൈനാൻഷ്യൽ ഗ്രോത്തും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം വരണമെങ്കിൽ നിങ്ങൾ ആ കംഫർട്ട് സോൺ മറികടന്ന് ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഒരു ഫ്രഷ് ചാപ്റ്റർ നിങ്ങളുടെ കരിയറിൽ ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഇതുവരെ നിങ്ങളായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ചാപ്റ്റർ അല്ല. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് എംബ്രേസ് ചെയ്യാനും അതിലായിരിക്കാനും അതിലേക്ക് പ്രവേശിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങൾ അവിടെ ഗ്രൗണ്ടഡ് ആയിരുന്നുകൊണ്ട് അതിലേക്ക് ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങളോട് പറയുന്നു. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഗ്രൗണ്ടഡ് ആയിക്കൊണ്ട് വളരെ പേഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. ഈ സിറ്റുവേഷൻ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ തന്നെ സംഭവിക്കുന്നതാണ്. അതുണ്ടാവുമ്പോൾ ധൈര്യമായിട്ട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ലീപ്പ് എടുക്കുക. ഓക്കെ, നിങ്ങൾ അതൊരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള മിനി റീഡിംഗ് ആണിത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
എന്തിലാണ് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഓക്കെ, ആൻഡ് എന്തിനു വേണ്ടിയാണ് തയ്യാറാകേണ്ടത്? വാവ്, നിങ്ങളുടെ ക്രൗൺ ചക്രയ്ക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ആ ക്രൗൺ ചക്ര വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 3 കാർഡ്സും ക്രൗൺ ചക്രനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ക്രൗൺ ചക്ര ബാലൻസിങ്, ഹീലിംഗ്, മ്യൂസിക് ഒക്കെ കേൾക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബീജ് മന്ത്ര ഒക്കെ പതിവായി കേൾക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതൊരു ഓപ്പൺ ആവുന്നതിനും അത് ഹീൽ ആകുന്നതിനും ബാലൻസ്ഡ് ആകുന്നതിനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നത് അത് മാത്രം എടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതന്നെ ഇങ്ങനെ കൺസിസ്റ്റന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടെൻഡൻസി. കാരണം അതിപ്പോ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണായി മാറി. ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ നിങ്ങൾ എടുക്കേണ്ട ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ആക്ഷൻ ഈ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ആയിരുന്നു. ഇത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ചെയ്തു തുടങ്ങി. പക്ഷെ ഇപ്പൊ നിങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നല്ലാതെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഞാൻ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു താല്പര്യമില്ലായ്മ. അതായത് ഇവിടെ നിങ്ങളിപ്പോ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇത് ഇതിലൂടെ തന്നെ വന്നോളും, ഞാൻ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കും, അങ്ങനെ തന്നെ മാനിഫെസ്റ്റേഷൻ, എന്റെ ആഗ്രഹം എന്തായാലും അത് മാനിഫെസ്റ്റ് ചെയ്തോളും, അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇപ്പൊ നിങ്ങൾ. അത് മാറണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എഫേർട്സ് എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇനി നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, അത് നിങ്ങൾ എടുക്കുന്നില്ല. ഇപ്പൊ അത് എടുക്കേണ്ട സമയമാണ്. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് അറ്റൻഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പോലും അതിന് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു സേഫ് സോണിലായിരിക്കാനുള്ള ഒരു ടെൻഡൻസി. നടന്നോളും, അതിന്റെ സമയത്ത് നടന്നോളും, അങ്ങനെ അതൊരു എന്താ പറയുക, നിങ്ങൾക്കറിയാം ഇതിങ്ങനെ പോരാ, നിങ്ങളെ നെക്സ്റ്റ് ഇതും കൂടെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. ഓക്കെ, ആ ഒരു ടെൻഡൻസി മാറ്റാം. അടുത്ത സ്റ്റെപ്പ് എന്താണോ യൂണിവേഴ്സ് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഒരേ കാര്യത്തിൽ തന്നെ ഒരു ലേസി എനർജി എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു മടി. അടുത്ത സ്റ്റെപ്പ് എടുക്കാന്ന് പറയുമ്പോൾ അവിടെ ഒരു മടി നിങ്ങൾക്ക് കഴിഞ്ഞ് വീണ്ടും ചെയ്യണ്ടേ, അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അത് വേണ്ട. ഓക്കെ, ആ ഒരു മടിയൊന്നും വേണ്ട, അതൊക്കെ മാറ്റി വെക്കുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 7 ഓഫ് കപ്സ് ആണ് തന്നിട്ടുള്ളത്. 7 എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കൃത്യമായി വ്യക്തത ലഭിക്കാത്ത ഒരു സ്ഥലം. ഓക്കെ, അവിടെ വ്യക്തത കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വഴികളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സ് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന വ്യക്തത ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്ന രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത്രയും നല്ല ചിലപ്പോൾ ഒരു പോയിന്റ് വരെ ഇത്രയും നാൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതിന് വഴികളൊന്നും ഉണ്ടായിരുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഇപ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ അത് എന്താ പറയണ്ടേ, അതെ, ആ ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഇന്നതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വഴികൾ തുറന്നിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലൂടെ പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി കിട്ടും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞൊരു കാര്യമാണെന്ന് വിചാരിക്കും, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ മൂവ് ഓൺ ചെയ്യുന്നില്ല, ഇപ്പോഴും ഇനി ഇതന്നെയാണോ ക്ലാരിറ്റി, ഇനി അങ്ങനെ അല്ലെങ്കിലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ ക്ലാരിറ്റി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ ആക്ഷൻ എടുക്കേണ്ടത്. ആ ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യുക. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന വഴിയിലൂടെ പോവുക, നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത കണ്ടെത്തുക. യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഒരു ഭയം, അതായത്
ആ ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കൺഫർമേഷൻ വേണം. അതിനാണ് നിങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പം എന്താ വെച്ചാൽ ആ ഉള്ളിന്റെ ഉള്ളിലുള്ളത് സത്യമാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ വിശ്വസിക്കാതെ നിൽക്കുന്നത്. അപ്പൊ ഈ വഴികൾ തുറന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൂടെ പോയി കഴിഞ്ഞാൽ, യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്ന പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള തോന്നൽ സത്യമായാലോ അത് തന്നെയാണെങ്കിലോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ക്ലാരിറ്റി, അപ്പൊ അത് കൂടുതൽ വേദനിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, ആ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടും നിങ്ങൾ അതിലൂടെ പോവാത്തത്. ഓക്കെ, അത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അതാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ഡെസ്റ്റിൻഡ് റീടൂർ, ഓക്കെ, അതായത് ഒരു റീഡയറക്ഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡെസ്റ്റിനിൽ ഉള്ളതാണ്. അത് സംഭവിക്കാൻ ഇരിക്കുന്നുണ്ട് ഇൻ നിയർ ഫ്യൂച്ചറിൽ തന്നെ. അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്, ഒരു മാറ്റം, ഹ്യൂജ് ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്, ഒരു ഡീറ്റൂർ ആണ്, ഒരു റീഡയറക്ഷൻ ആണ്. അതിനായിട്ട് തയ്യാറാവുക. ഓക്കെ, ഈ ഒരു മാറ്റം അത് എത്ര ഡെപ്തിലുള്ളതാണെങ്കിലും അത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിലുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഓടി ഒളിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും അതിലൂടെ പോയേ പറ്റൂ. ഓക്കെ, ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക, അതിലൂടെ കടന്നു പോകുക, അതിനുവേണ്ടി തയ്യാറാവുക. ഒരു റീഡയറക്ഷൻ സംഭവിക്കാനിരിക്കുന്നു എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു.